ഹലോ, അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്തമാനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞമ്മക്കും സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വ്ളോഗൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് രാവിലെ ചെയ്തത് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇങ്ങനെ ഇതിൽ ഉൾക്കൊള്ളിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണുക. അപ്പോൾ പലർക്കും പല രീതിയിലും ഒക്കെ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഞാനിതാ രാവിലെ തന്നെ അടിച്ചു വാരലും പാത്രം കഴുകലും പിന്നെ നനക്കലും വൈകുന്നേരക്കത്തെ പത്തിരി ചുടലും അതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൽമാസ് എങ്ങനെ ഉണ്ടാക്കുന്ന രീതി നോക്കുക. അപ്പം ഞാനിടയ്ക്കൊക്കെ ഇങ്ങനെ കൽമാസ് ഉണ്ടാക്കിയ വീഡിയോ കാണിച്ചു കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും ചെയ്യുന്നത് ഇങ്ങനെ കാണിക്കുന്ന ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കൽമാസാണ്. അപ്പോൾ ഞാനിതാ പത്തിരിപ്പൊടി ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിക്കാണ്ട് ഞാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ തിളച്ച് വരുമ്പോഴത്തേന് നമുക്കിവിടെ കുറച്ച് തേങ്ങ സെറ്റാക്കാനുണ്ട്. അപ്പോൾ 2 പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10ഓളം ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടോ. പിന്നെ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വലിയ ജീരകം, ചെറിയ ജീരകത്തിൻ്റെ ഒരു നുള്ളു പൊടി, പിന്നെ 2 കറാമ്പൂവ് അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മളതൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടോ. ഒന്നായിട്ട് അങ്ങോട്ട് പേസ്റ്റ് പോലെ ഒന്നും അരച്ചെടുക്കണ്ട. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കുന്ന മുന്നായാലും തിളയ്ക്കുമ്പോഴായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തിളച്ച് വരുമ്പം നമ്മളെ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ പത്തിരിയൊക്കെ കുഴയ്ക്കൂലേ, അതുപോലെ തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ കൽമാസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടുകളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അത് തലേന്ന് നമുക്ക് സമൂസേന്. അപ്പോൾ നമ്മൾ അതിനെ കുറച്ചധികം തന്നെ ഉള്ളിയും ചിക്കനും ഒക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിന് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് പിറ്റേന്ന് കുറച്ച് കൽമാസ് ഉണ്ടാക്കാൻ വിചാരിച്ചു കണ്ടാണ് അത് തലേന്ന് കുറച്ച് അധികം ആക്കിക്കാണ്ട് മസാലക്കൂട്ടുകൾ ഉണ്ടാക്കിയത്. ഞാനതിലേക്ക് ഇട്ട് കൊടുത്ത മസാലകൾ എന്ന് പറഞ്ഞാൽ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ ഒരു നുള്ള് ഗരം മസാല, പിന്നെ 1 സ്പൂണോളം ചിക്കൻ മസാല, പിന്നെ 1 സ്പൂണോളം കുരുമുളക് പൊടി, അങ്ങനെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടുകൊണ്ട് നല്ലോണം വാട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പം കുറച്ച് അധികം ആക്കി എടുത്താൽ നമുക്ക് പിറ്റേന്ന് വേറെ വെറൈറ്റി സാധനമൊക്കെ ഇങ്ങനെ കുറച്ച് ഉണ്ടാക്കുക. അപ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് പണി അങ്ങോട്ട് തോന്നൂല കേട്ടോ. പിന്നെ ഇതാ നമ്മൾ പൊടിയൊക്കെ നല്ലോണം കുഴച്ച് ഉരുളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഉരുളാക്കി എടുത്തിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കട്ടോ. എന്നിട്ട് 2 കൈയും ഒന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് നനച്ച് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ പത്തിരി കൊണ്ട് ഒരു ഏകദേശം കുറച്ച് കട്ടിയൊക്കെ വേണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ അതങ്ങനെ കുറച്ച് കുണ്ടാക്കിയിട്ട് നമ്മൾ ആ മാവൊക്കെ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കൈയൊക്കെ ഒന്ന് നനച്ചുകാണ്ട് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കട്ടോ. അപ്പം പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടും. അപ്പോൾ നല്ലോണം ഉരുളായിക്കാണ്ട് അങ്ങോട്ട് വരും കേട്ടോ. ഇടയ്ക്കൊന്ന് കൈയൊക്കെ ഇങ്ങനെ നനച്ച് കൊടുത്താൽ നമുക്ക് നല്ലോണം സോഫ്റ്റായിട്ട് നല്ല വിണ്ട് കീറാതെ തന്നെ കിട്ടും കേട്ടോ. കുറച്ച് കട്ടി വേണം കേട്ടോ, എന്നാലാണ് ഇത് ചിലപ്പോൾ പത്തിരിക്ക് കട്ടിയില്ലെങ്കിൽ വേഗം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം കണ്ടില്ലേ, നമ്മളെ കൽമാസ് അടിപൊളിയായിട്ട് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടെ കാണിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി മനസ്സിലായിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇതേമാതിരി നമുക്ക്
കൈമലായാലും നിലത്തായാലും പ്രസ്സുമലൊക്കെ ആയാൽ കുറച്ച് കട്ടി അങ്ങോട്ട് കുറയും. അപ്പോൾ നമ്മൾ ഈ മാവ് അങ്ങോട്ട് ഇടുമ്പം പൊട്ടിപ്പോകും കേട്ടോ. അപ്പം കഴിയുന്നതും ഇതേമാതിരി കൈകൊണ്ടാക്കുക. എന്നിട്ട് ഇതേമാതിരി ലേശം കുണ്ടാക്കി കൊടുക്കട്ടെ. നമ്മൾ കട്ടിപ്പത്തിരി ഉണ്ടാവുമല്ലോ അതേപോലെ കുറച്ച് കട്ടി, നമ്മൾ കട്ടിപ്പത്തിരിൻ്റെ അത്ര കട്ടിയൊന്നും വേണ്ട. എന്നിട്ട് ഇതാ മാവൊക്കെ ഇങ്ങനെ ഇട്ടുകാണ്ട് 2 കൈയും നമ്മൾ നനച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ മാവ് കുറച്ച് ടൈറ്റിൽ തന്നെ വേണം, എന്നാലാണ് ഇത് പൊട്ടാതെ നിൽക്കുള്ളൂ. അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ തമ്പത്ത് കുറച്ച് മാവ് അധികം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ആ തമ്പത്തുനിന്നും അവിടെ നിന്നും ആ സൈഡിൽ നിന്നും ഈ സൈഡിൽ നിന്നും ഒക്കെ നമുക്ക് അത് മുറിക്കട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ വീണ്ടും പിന്നെ ഒന്നും കൂടെ കാണിച്ച് തന്നതാണ്. അങ്ങനെ നമ്മളെ കൽമാസൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിക്കണം. ആവിയിൽ വേവിക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. ചിലരൊക്കെ പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് 20 മിനിറ്റ് ആവിയിൽ വേവിക്കണമെന്ന്. 20 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും വേണ്ടിട്ടോ. ഒന്ന് ആവി കൊണ്ടാൽ നമ്മളെ ഗ്യാസ് അങ്ങോട്ട് പെട്ടെന്ന് ഓഫാക്കിക്കോളിട്ടോ. ഇത് നമ്മൾ വേവിച്ചിട്ട് ഉണ്ടാക്കിയതാണ് ഈ പൊടി. പിന്നെ നമ്മൾ അതിലുള്ള മസാലക്കൂട്ടുകൾ നമ്മൾ വേവിച്ചതാണ്. നമ്മൾ ഈ 20 മിനിറ്റൊക്കെ 10 മിനിറ്റ് ആയാലും 20 മിനിറ്റ് ആയാലും ഇതൊക്കെ ഇങ്ങനെ ആവി കൊള്ളിക്കുമ്പോഴില്ലേ ചളി പിളി പോലെ ആയി പോകും കേട്ടോ. ഇത് നല്ല ഉറപ്പോടെ ഒന്ന് ആവി കൊണ്ടിച്ചാൽ മതി. നമ്മളൊരു മിനിറ്റ് വെള്ളം തിളച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് മതി കേട്ടോ. പെട്ടെന്ന് ഗ്യാസ് ഓഫാക്കിക്കൊള്ളിട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഈ ചളിപിളിയായിട്ട് അതങ്ങോട്ട് നമുക്ക് ആ ചൂടോടൊക്കെ നമുക്ക് എടുക്കാൻ കഴിയില്ല. അപ്പോൾ കണ്ടില്ലേ നമ്മളെ കൽമാസൊക്കെ ഇവിടെ നല്ലോണം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകളൊക്കെ ഒന്ന് സെറ്റാക്കാം. ഫസ്റ്റ് ഇട്ട് കൊടുത്തത് 2 സ്പൂണ് മുളകും പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 സ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി, ചെറിയ ജീരകത്തിൻ്റെ പൊടി കേട്ടോ. പിന്നെ ചിക്കൻ മസാല, പിന്നെ ഗരം മസാല, പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു സ്പൂണിൻ്റെ അടുത്ത് ഞാനൊരു കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഞാനിത് കുഴച്ച് കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഇട്ട് കൊടുത്തത്. നമ്മൾ ലേശം ലൂസാക്കി കഴിഞ്ഞാൽ നമ്മളെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഓരോരോ കൽമാസ് എടുത്തിട്ട് നമുക്കത് മസാല പുരട്ടി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫുള്ള് എടുക്കുന്നില്ല കേട്ടോ. ഒരു 10 കൽമാസേ ഞാൻ എടുക്കുന്നുള്ളൂ. അതൊക്കെ ഒന്ന് മസാല പറ്റിക്കാണ്ട് അവിടെ സെറ്റാക്കി വെക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്കൊരു 5 മണി 5:30 ആകുമ്പോഴത്തേനും ഒന്നങ്ങോട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പരന്നൊരു ചീൻചട്ടിയിൽ ഇട്ട് കൊടുത്താൽ മീൻ പൊരിക്കുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിങ്ങനെ മെല്ലെ ഉരുട്ടി കൊടുത്താൽ നമ്മളെ കൽമാസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കൽമാസൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടെ അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് മൂടി അടയുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലാക്കിക്കാണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മസാലയൊക്കെ പുരട്ടിയ കൽമാസൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ ശേഷം ഒരു 5 മണി 5:30 സമയത്തൊക്കെ ആണിട്ടത് ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ പൊരിക്കാൻ ഞാൻ ഇതുപോലെ അങ്ങോട്ട് ഇട്ട് വെച്ചുകാണ്ട് സിമ്മാക്കിക്കാണ്ട് ഇങ്ങനെ സാവധാനം ഓരോ ഭാഗം ഇങ്ങനെ നെരിഞ്ഞ് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് സിമ്മാക്കിക്കാണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കൽമാസ് പൊരിച്ചെടുത്തത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നല്ലോണം നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു നെരിച്ചിലുണ്ട് ഇനി കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും അടിച്ചോളി, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും. നമ്മളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ.